ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ്. ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രിയിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ വന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ സെക്കൻഡ് ഡിഗ്രീനെ കുറിച്ചൊരു 2 വാക്ക് ഞാൻ പറയട്ടെ. ഈ സെക്കൻഡ് ഡിഗ്രി എന്താ പറയുക, എല്ലാവർക്കും പ്രശ്നമാണ്. സെക്കൻഡ് ഡിഗ്രി ചാപ്റ്റർ 2ാം ഡിഗ്രി സമവാക്യം എല്ലാവർക്കും പ്രശ്നമാണ്. അതെന്താ സംഭവം അറിയോ? ഇവിടെ എക്സ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. ഈ എക്സ് പലർക്കും ഇഷ്ടമില്ല. ഈ എക്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വെറുപ്പാണ്. അതാണ് എല്ലാവർക്കും ടഫാവാനുള്ള കാരണം. പിന്നെ വേറൊന്നുണ്ട്, ഈ ചാപ്റ്ററിൽ ആകപ്പാട് ഇത് വളരെ ഒരു പാവം പിടിച്ച ചാപ്റ്ററാണ്. ഇതിൽ ആകപ്പാട് എന്താ അറിയോ, നിങ്ങൾ എന്തിനെങ്കിലും ഒന്നിന് എക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ മറ്റേതെന്തോ X+11 എന്തെങ്കിലും -X എന്തെങ്കിലും ആവും. അതൊന്ന് വേറെ ഇതിലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. അതിലങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി. അവിടെ ആ സ്ക്വയർ കംപ്ലീഷൻ, ആ പാവം പിടിച്ച് ആ വർഗത്തേക്ക് അങ്ങോട്ട് വെച്ച് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ആ മാർക്ക് 4-3 മാർക്കിനൊക്കെ ചോദിക്കല്. അത്രേ ഉള്ളൂ. നിങ്ങൾ അത്ര ടഫുള്ള ചാപ്റ്റർ ഒന്നല്ല. ഓക്കെ, എന്നാൽ മക്കളെ കൂടെ നിൽക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യല്ലേ? ഓക്കെ, റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. എന്താ? ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ വിത്ത് പെരിമീറ്റർ 40 സെന്റിമീറ്റർ ആൻഡ് ഏരിയ എന്താ 96 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, മലയാളം. 40 സെന്റിമീറ്റർ ചുറ്റളവും 96 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളമുള്ള ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക അല്ലെ. അതായത് എന്താടാ, ഒരു ചതുരം ഉണ്ട് അല്ലെ, ഒരു ചതുരം, ഒരു റെക്ടാംഗിൾ ഉണ്ട്. ആ റെക്ടാംഗിളിന്റെ നമുക്ക് ചോദ്യത്തിൽ എന്താ തന്നത്, അതിന്റെ പെരിമീറ്റർ അല്ലെ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. പെരിമീറ്റർ എത്രയാടാ തന്നത്? 40 അല്ലെ, 40 cm തന്നിക്കണേ. അതിന്റെ ഏരിയ എത്ര തന്നത്? ഏരിയ എന്താ തന്നത്? ഏരിയ എത്രയാണോ തന്നത്? ഏരിയ 96 അല്ലെ, 96 cm². ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ നീളവും വീതിയും കാണണം അല്ലെ, ലെങ്ത്തും ബ്രെഡ്ത്തും കാണണ്ടേ? അതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിനോ ഒന്നിന് എക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ മറ്റേ എന്തോ ആവും, അത് രണ്ടും കൂടി വേറെ ഒന്നിലിട്ട് ഇക്വേഷൻ ആവും. നേരെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുക, വർഗത്തേക്ക് ചെയ്താൽ നേരെ എക്സിന്റെ വാല്യൂ ഇത്ര പണിയുള്ളൂ. ഓക്കെ, റെഡിയാണ്? സെറ്റ് അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് എന്തിനെങ്കിലും ഒന്ന് എക്സ് കൊടുക്കാലോ. ഇവിടെ ചോദ്യത്തിൽ പെരിമീറ്റർ എന്താണ് തന്നത്? 40 അത് തന്നു. അപ്പൊ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള സമവാക്യം എന്താണ്? 2 × L + B = 40. ഇത് ചെയ്യുന്ന നോക്കെ, സ്റ്റെപ്പ് നോക്കെ, വളരെ സിമ്പിൾ ആക്കി ഞാൻ പറഞ്ഞു കേട്ടോ, നമ്മൾ കൂടെ നിന്നാൽ മതി. അപ്പൊ എന്ത് വരടാ, L + B = എന്ത് വരും? ഈ 2 അങ്ങോട്ട് പോകുമ്പോ അടിയിക്കല്ലേ പോവാ അല്ലേ, ഇപ്പുറത്ത് പോകുമ്പോ ഡിവൈഡ് അല്ലാവും. അപ്പൊ എന്ത് വരും? 40/2 വരും. 40/2 എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇവിടെ ആണ് ഇനി പരിപാടി. ഇവിടെ ഞാൻ എന്തിനോ ഒന്നിന് എക്സ് കൊടുക്കും. അപ്പൊ മറ്റേത് എന്താവും? അത് ഞാൻ പരിപാടി കാണിച്ചതാ. ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എല്ലിന് എക്സ് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് എക്സ് കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നീളത്തിന് അല്ലെ, ലെങ്ത്തിന് ഞാൻ എക്സ് കൊടുക്കുകയാണ്. അപ്പൊ ഈ ബ്രെഡ്ത്ത് എന്തായിട്ട് മാറും, വീതി എന്തായിട്ട് മാറും? അത് നിങ്ങൾ പറയും. ഇതെങ്ങനെ വരാ? ബ്രെഡ്ത്ത് എങ്ങനെ വരാ? ഞാൻ എല്ലിന് എക്സ് കൊടുത്ത്, അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എങ്ങനെ വരാ? ബ്രെഡ്ത്ത് എന്താ വരാറോ? 20 - x ആണ് വരിക. അതെങ്ങനെയാ സാറേ? 2 നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 കിട്ടാണ്. ഒരു നമ്പർ ഞാൻ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ നമ്പർ എന്താ വരിക? 20 - x വരിക. നിങ്ങൾ ഈ സർക്കിളിൽ വൃത്തത്തിൽ പഠിച്ചു ഓർമ്മയില്ല, സൈക്ലിക് കോർഡിലേറ്റർ അല്ലെ? 2 ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 150 കിട്ടും. അപ്പോൾ ഒരാംഗിൾ ഞാൻ എക്സ് കൊടുത്താൽ മറ്റേത് 180 - x. അതന്നെ ആ സെയിം പരിപാടി തന്നെ. 2 നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ എക്സ് ആണെങ്കിൽ, 2 നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 20 ആണെങ്കിൽ ഒരു നമ്പർ ഞാൻ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ നമ്പർ എന്താ അവിടെ? 20 - x. അത്രേ ഉള്ളൂ. ഇനി ഇത് രണ്ടും കൂടി വേറെ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയി. അത്ര പണിയുള്ളൂ. ഓക്കെ, ഇത് രണ്ടും കൂടി ഞാൻ കൊടുക്കാൻ വേണ്ടി എനിക്ക് ക്വസ്റ്റ്യനിൽ ഒരു ക്ലൂ തന്നിട്ടുണ്ടല്ലോ. എന്താ? ഏരിയ 96 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നേരെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താടാ? ഏരിയ = പരപ്പളവ്. ഒരു ചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? L × B അല്ലേ? ഓക്കെ, L × B അല്ലേ? അങ്ങനെ അറിയാം. അപ്പൊ നമുക്ക് L × B ചെയ്യാം. ഏരിയ എത്ര തന്നിക്കണം? നമുക്ക് 96 ആണ് തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ L എന്താ? എല്ലൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ. നേരെ അതിലിട്ട് കൊടുത്താൽ പോരെ. L എന്താണ്? X ആണ്. ഓക്കെ, ഇവിടെ എടുത്ത് വീതി എന്താ? 20 - x = എന്താണ്? 96. ഓക്കെ, ഇനി നേരെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ പോരെ. അപ്പൊ എന്ത് വരും? x × 20 എന്താടാ വരിക? 20x. ഓക്കെ, ഇതെന്ത് വരും? x × -x. x × x² അല്ല, അവിടെ മൈനസ് ഉണ്ടായതുകൊണ്ട് ഞാനൊരു മൈനസ് ഇടും. = 96. ഇവിടെ എനിക്ക് സ്ക്വയർ കംപ്ലീഷൻ ചെയ്തൂടെ? വർഗത്തിൽ ചെയ്തൂടെ? പറ്റുമോ? പറ്റൂല. കാരണം എക്സിന്റെ കോഎഫിഷ്യന്റ് എക്സിന്റെ കൂടെ നിൽക്കുന്ന ആരാ? മൈനസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണോ? ഈ മൈനസ് മാറ്റണം. അതിനെന്താ ചെയ്യാ സാറേ? ആ മൈനസ് മാറ്റാൻ ഞാൻ എന്താ കാട്ടാ? എന്ത് ചെയ്താൽ മതി?
ഇക്വേഷന്റെ സൈന് ഫുള്ള് മാറ്റിയാൽ മതി. പ്ലസ്സിൽ മൈനസ് ആക്കിയാൽ മതി, മൈനസിൽ എന്ത് ചെയ്താൽ മതി, പ്ലസ് ആക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയറിന്റെ അപ്പുറത്ത് മൈനസ് ഉള്ളത് ഞാൻ സൈന് ചേഞ്ച് ചെയ്താൽ മതി. ഇക്വേഷന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിങ്ങൾ സൈന് ചേഞ്ച് ചെയ്ത ഇക്വേഷൻ ഒരു മാറ്റം വരില്ല. അപ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയറിന്റെ അവിടെ മൈനസിൽ ഞാൻ എന്താക്കി, എക്സ് സ്ക്വയർ അല്ലേ, മൈനസിൽ പ്ലസ് ആക്കി, പ്ലസ്സിൽ മൈനസ് ആക്കി. 20 ഇവിടെ പ്ലസ് 20 അല്ലേ, അപ്പോൾ എന്ത് വരും, -20x ഈക്വൽ ടു 96 ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ, പ്ലസ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അത് മൈനസ് ആക്കണോ. അപ്പോൾ എന്ത് വരും, -96. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം അല്ലേ, വർഗത്തികോ ചെയ്യാം. അപ്പോൾ വർഗത്തികോ എന്താ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, നോക്കിക്കോ. ഓർമ്മയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തരാം. എക്സ് സ്ക്വയർ -20x അല്ലേ, നിങ്ങൾ ലെഫ്റ്റിലും റൈറ്റിലും സ്ഥലം വിടാം. ഈ പരിപാടി നോക്കിക്കേ, ഞാൻ സ്ക്വയർ കംപ്ലീഷൻ ആണ് ചെയ്യാൻ പോണേ. ഈ ചാപ്റ്ററിന്റെ കാതലാണ് സ്ക്വയർ കംപ്ലീഷൻ. സ്ക്വയർ കംപ്ലീഷൻ ആണ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ പോണേ കേട്ടോ. സ്ക്വയർ കംപ്ലീഷൻ വർഗത്തികോ അല്ലേ. ഓക്കെ നോക്കണേ. അപ്പോൾ ഞാൻ ലെഫ്റ്റിലും റൈറ്റിലും എന്തോന്ന് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യണം എന്താ നോക്കി കേട്ടോ. ഓക്കെ ആണേ, നോക്കണേ. ഈ എക്സിന്റെ കൂടെ നിൽക്കുന്ന ആളുണ്ടല്ലോ, ഈ 20 പകുതി അല്ലേ, 20 പകുതി എത്രയാണ്, 10. അതിന്റെ സ്ക്വയർ പകുതി സ്ക്വയർ ലെഫ്റ്റും റൈറ്റും ആഡ് ചെയ്യാം. ഓക്കെ, പകുതി എടുക്കുക, അതിന്റെ സ്ക്വയർ ലെഫ്റ്റും റൈറ്റും ആഡ് ചെയ്യാം. അപ്പോൾ 20 പകുതി 10 അല്ലേ, 10 സ്ക്വയർ ഞാൻ എന്ത് ചെയ്യാണ്, ലെഫ്റ്റും റൈറ്റും ആഡ് ചെയ്യാണ്. അത്രേ ഉള്ളൂ. ഇനി നോക്കിക്കോ, ഇവിടെ എക്സ് സ്ക്വയർ അല്ലേ, ഞാൻ ഈ എക്സ് എടുത്ത് എഴുതും. പിന്നെ ഇവിടെ 10 സ്ക്വയർ അല്ലേ, ഈ 10 ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതും. പിന്നെ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഈ മൈനസ് ഞാൻ എടുത്ത് എഴുതും. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഈ അമ്പും വില്ലൊന്നും വരച്ചെടുക്കരുത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ എന്ത് വരും, 10 സ്ക്വയർ എന്താണ് 100. ഇവിടെ എന്താ -96, 100 96 കുറച്ച് എത്രയാണ്, 4. ഓക്കെ റെഡി. ഓക്കെ, ഇനി ഞാൻ ഈ സ്ക്വയർ കേൾക്കാൻ പോണേ. എക്സ് -10 ഈക്വൽ ടു എന്ത് വരികടാ, ആ സ്ക്വയർ കേൾക്കുമ്പോൾ അപ്പുറത്തേക്ക് എന്തായിട്ടാ മാറുക, റൂട്ടായിട്ടല്ലേ ചാടുക. അപ്പോൾ എന്ത് വരും, √4 എന്ന് വരും. ഓക്കെ റെഡി. അപ്പോൾ എക്സ് -10 ഈക്വൽ ടു 4 റൂട്ട് എന്താ, 2 അല്ലേ. എക്സ് ഇനി കണ്ടുപിടിക്കാൻ സുഖമാണല്ലോ. എന്താ, എക്സിനോട് ഒറ്റയ്ക്ക് വെച്ചാൽ വരാം, -10 അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വരും, ഈ -10 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, 2 + 10 ആയിട്ട് മാറും. എക്സ് ഈക്വൽ ടു 10 + 12 എന്താ, അല്ല 10 + 2 12. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ ആയല്ലോ. എന്തൊക്കെ നമ്മളോട് ലെങ്ത്തും ബ്രെഡ്ത്തും നീളം വീതി കണ്ടുപിടിക്കാന്ന് പറഞ്ഞത്. എക്സ് കിട്ടി. നിങ്ങള് ഈ എക്സ് കിട്ടി കഴിഞ്ഞാൽ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി ചാടരുതേ, ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് നോക്കണം അല്ലേ. എക്സ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്, നമ്മളോട് നീളം വീതി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ എന്തൊക്കെ വേണം, എക്സും വേണം, 20 - എക്സും വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ എക്സ് എന്താണ് 12 കിട്ടി അല്ലേ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം, എന്താ ലെങ്ത് എന്താണ് 12 ആണ്. ഓക്കെ, അങ്ങനെയാണ് ബ്രെഡ്ത്ത് എന്താണ് വരിക, വീതി 20 - എക്സ് അല്ലേ. 20 12 കുറച്ചാൽ പോരെ, 20 12 കുറച്ച് എത്രയാണ്, 8. അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് വരും, 8 ആണ് ആൻസർ. അപ്പോൾ സൈഡ്സ് എന്തൊക്കെ വരിക, സൈഡ്സ് 12,8. ഇതാണ് ആൻസർ. ഓക്കെ റെഡി അല്ലേ. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ അല്ലേ, ഇത്ര പണിയല്ലടാ. ഇത് 4 മാർക്കിനൊക്കെ എക്സാമിന് വരുന്ന സ്ഥിരമായിട്ട് വരുന്നതാണ്. ഈ കൊല്ലം ഇത് പ്രതീക്ഷിക്കാം. ഓക്കെ മക്കളെ, സെറ്റ് ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടന്റ് ആയിട്ട് കാണാം. ഓക്കെ ബൈ.